നമസ്കാരം, ന്യൂസ്കഫേ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് രാമസിംഹൻജി ഈ ഐസിസ് കൊടും ഭീകരന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഈ 72 ഹൂറികളെയും സ്വർഗവും മദ്യപ്പുഴയും ഒരുക്കി വെച്ചിട്ടുള്ള ആ കൂട്ടിക്കൊടുപ്പുകാരനിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നിട്ടുള്ള ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തെ ആസ്പദമാക്കി അങ്ങ് കാണുന്നത്? ഏതോ രാജ തതോ പ്രജ എന്ന് പറയാം. നമുക്ക് 1400 വർഷത്തെ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇസ്ലാം വളർന്നത് ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശം കൊണ്ടല്ല. ഇസ്ലാം വളർന്നത് വാൾമുന കൊണ്ട് തന്നെയാണ്. ഭർത്താവിനെയും അച്ഛനെയും സഹോദരനെയും കൺമുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുകയും തൊട്ടടുത്ത നിമിഷം അവരുടെ ഭാര്യയെ സ്വന്തം ഭാര്യയായി നേരെ കിടപ്പറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത മഹോന്നതന്റെ ചരിത്രമാണ് അവരുടേത്. അപ്പൊ അങ്ങനെ വന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ക്രൂരമായ നടപടി തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് പരസ്യമാക്കപ്പെടുക. നമ്മൾ കണ്ടറിയാം, നമുക്ക് IS എങ്ങനെയാണ് കഴുത്ത് അറുത്ത് കോഴിയെ അറുത്ത് കൊല്ലുന്ന മാതിരി കൊല്ലുക. പിന്നെ അവരുടെ ശിക്ഷാരീതി ആലോചിച്ച് നോക്കുക. കഴുത്തറ്റം മണ്ണിട്ട് മൂടിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുക. ആ രീതിയിൽ പൈശാചികമായിട്ടുള്ള രീതിയിൽ ഇത് പുറത്തേക്ക് വിടുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ പ്രോസിക്യൂട്ടർ പറയുന്നത് കേട്ടല്ലോ. ഇത് അവർ ഉദ്ദേശിക്കുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് കൊല്ലുക എന്നുള്ളത് ജനങ്ങൾ അറിയണം. അപ്പൊ അവർ ഭയപ്പെടും, തങ്ങളെ ഭയപ്പെടും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇതൊന്നും അല്ല നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം. നമ്മൾ കേരളം കണ്ടിട്ടുള്ളത് 21 എന്താ ചെയ്തത്? മനുഷ്യനെ പച്ചയ്ക്ക് പിടിച്ചുകൊണ്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കി. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മുക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് മൊത്തം എന്താവും? കുമ്പളയായിട്ട് പൊള്ളി വരും. പൊള്ളി വരുമ്പോൾ വാള് വെച്ച് ഈ പൊള്ളിയ സ്കിന്ന് മുഴുവൻ അടർത്തി മാറ്റി. എന്നിട്ട് നല്ല കാന്താരി അരച്ച് ഉപ്പ് ചേർത്ത് തേച്ചു വെച്ചു. എന്നിട്ട് 2 കൈയും കൂട്ടിയിട്ട് ഈ മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടു ഒരേ അവസ്ഥയിൽ. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ജീവനോടെ കിടന്നിട്ടാണ് മനുഷ്യൻ മരിച്ചത് 21. അതേപോലെ അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ട് നേരെ കൊണ്ടുപോയി കിണറ്റിന്റെ കരയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് തല വെച്ച് വലിച്ചിട്ട് വാളുകൊണ്ട് വെട്ടിയിട്ടു. മറ്റൊന്ന്, ഇങ്ങനെ വെട്ടിയിട്ട മനുഷ്യര് ആ കിണറിനകത്ത് ഒരാഴ്ചയോളം ജീവനോടെ കിടന്നിട്ട് നിലവിളി, ആ പ്രദേശത്ത് മുഴുവൻ നിലവിളി ഉണ്ടായിരുന്നു. ആ നിലവിളി കേട്ടിട്ട് കുറെ ആൾക്കാർ ഇത് പറഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വീണ്ടും പോയി. നമ്മൾ വിചാരിക്കും രക്ഷിക്കാനാണ്. എന്താ ചെയ്ത? അവര് വലിയ പുഴ കൂർപ്പിച്ചുകൊണ്ട് ഈ മുകളിൽ നിന്ന് ബാക്കി അവശേഷിക്കുന്ന മനുഷ്യരെ കുത്തി കുത്തി കൊന്നു. ഇത് കേരളം കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് മതം മാറാത്ത സ്ത്രീയുടെ മുല അരിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് ആ മുല ചവിട്ടി പതിച്ച ചരിത്രവും 21 അപ്പൊ ഇസ്ലാം തീവ്രവാദം എന്ന് പറഞ്ഞാൽ അത് ക്രൂരത തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇസ്രായേലിലേക്ക് നോക്കൂ. ഈ 2-3 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന ഹമാസിന്റെ ആൾക്കാർ വന്നിട്ട് ഇസ്രായേലില് 1200 പേരെ കൊന്നു, ബലാത്സംഗം ചെയ്തു, കുഞ്ഞുങ്ങളുടെ തലയെരിഞ്ഞു. പല ബോഡിയുടെയും ഭസ്മം, അതായത് ബോഡി DNA പോലും കിട്ടാത്ത തരത്തിലായിരുന്നു അവിടെ കത്തിച്ചത്. ഇത് നമ്മൾ ആധുനിക കാലത്താണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്ലാമിക തീവ്രവാദത്തിന് ഈ പറയുന്ന മനസാക്ഷിയുടെ ഒരു മരപ്പട്ടിയുടെ മനസാക്ഷി പോലും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇസ്ലാമിക് തീവ്രവാദി. നാളെ എന്നെയും നിങ്ങളെയും അവർ കൊല്ലുകയാണെങ്കിൽ ആദ്യം കണ്ണു ചൂഴ്ന്നെടുക്കും, ചിലപ്പോൾ നാവരിയും, പിന്നെ 2 ചെവിയും വരിയും. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക തീവ്രവാദം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതില്ല. 1400 വർഷത്തെ ചരിത്രമുണ്ട്. ആ ചരിത്രം മുഴുവൻ നോക്കിയാലും എവിടെ നോക്കിയാലും ഈ തലയരിയലും ഈ കൊടും ക്രൂരത. ഇപ്പൊ നമുക്ക് അടുത്ത കാലത്ത് കാണാനോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ എങ്ങനെയാണ് ശിക്ഷിച്ചതെന്ന്. ഇപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ വട്ടം ചുറ്റി നിന്ന് ഒരു വ്യക്തിയെ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞു കൊല്ലാവുന്ന ഒരു മനസാക്ഷി അത്ര പോരെ? അതാണ് ഇസ്ലാമിക സമൂഹം. ഇസ്ലാമിന്റെ നേരായ ചിത്രം അതാണ്. ആ ഇസ്ലാമിക സമൂഹമാണ് SDPI. അവർ തന്നെയാണ് ഈ പറയുന്ന ലോകത്തുള്ള ISSO അവർ തന്നെയാണ്. ലോകത്തുള്ള എല്ലാ തീവ്രവാദികൾക്കും ഒരൊറ്റ മുഖമേ ഉള്ളൂ, അത് മറ്റുള്ളവരെ കൊല്ലുക, അന്യ വിശ്വാസികളെ കൊല്ലുക,
അത് ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലുക, അതിനപ്പുറം വേറൊന്നുമില്ല. അങ്ങനെ ആ കൊലപാതകത്തിന്റെ ചരിത്രം ഇതേപോലെ പത്രങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ ആ ഭീകരത മനസ്സിലാക്കിയിട്ട് ഒരു SDPIക്കാരനെയോ അല്ലെങ്കിൽ ഒരു IS കണ്ടാൽ നമ്മൾ കുനിഞ്ഞു നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ കാലം മാറിപ്പോയി. മനുഷ്യന് ഈ ക്രൂരത കണ്ടു, ഇതെങ്ങനെയാ ചെയ്യുന്നത് കണ്ടു, അത് പുറത്തു പറയാനും അവരെ എതിർക്കാൻ ഇപ്പൊ ആളുണ്ടായിട്ടില്ല. അപ്പൊ കോടതിയിൽ, സാധാരണഗതിയിൽ കോടതിയിൽ പോലും വന്ന് അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം ആ സാക്ഷി പറയുന്നവരെ പോലും ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന്, നമ്മുടെയൊക്കെ ഭാഗ്യത്തിന്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരാൾ സെൻട്രൽ ഗവൺമെന്റിൽ വന്നു, നമ്മുടെ PM ആയിട്ട് വന്നു, ആ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു. BJPക്ക് ഇവിടെ എന്താണ് ആവശ്യത്തിന് സീറ്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇന്ന് നാവ് കൊണ്ട് ഈ സംസാരിക്കാൻ പറ്റുന്നു. അതല്ല ഇതിവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ ഈ കേസ് എല്ലാവരും ശിക്ഷിക്കപ്പെടുമായിരുന്നോ? ശിക്ഷിക്കപ്പെടുന്നു പോട്ടെ, അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നോ? ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിവർത്തികേട് കൊണ്ടാണ് അവര് ഈ കേസ്, പിന്നെ പ്രത്യേകിച്ചും ഈ കേസിൽ ആ അഡ്വക്കറ്റിനോടുള്ള ഒരു സ്നേഹമുണ്ട് ആലപ്പുഴക്കാരുടെ. ആ ആലപ്പുഴക്കാരുടെ സ്നേഹം, ജുഡീഷ്യറിയുടെ സ്നേഹം, ആ വ്യക്തി എന്ന് പറയുന്ന അവിടെയാണ് അതിന്റെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച്, സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച്, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്ര ക്രൂരമായിട്ട് അത് വെട്ടി നുറുക്കുക, അടിച്ച് തകർക്കുക, മനുഷ്യനെ കൊണ്ട് പറ്റുമോ? അത് മൃഗങ്ങളെ കൊണ്ട് മാത്രമല്ല, മൃഗങ്ങൾക്ക് പറ്റില്ല. മൃഗങ്ങൾ കൊല്ലില്ലേ അങ്ങനെ. മൃഗങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിയെ അത് കൊല്ലുള്ളൂ. ഇത് വിശപ്പല്ല, മതത്തിന്റെ ഭ്രാന്ത്. 72 ഹൂറികളുടെ ആ ബാക്കി ഞാൻ പറയുന്നില്ല, പൂരിപ്പിക്കുന്നില്ല. അതിനോടുള്ള ആസക്തി. മനുഷ്യൻ എന്നുള്ള ഗണത്തിൽ പെടുന്നേ ഇല്ല ഇവര്. ചെകുത്താന്റെ ഗണത്തിലും പെടുന്നില്ല ഇവര്. മൃഗങ്ങളുടെ ഭാഗത്തും പെടുന്നില്ല ഇവര്. പിന്നെ ഏത് ഭാഗത്ത് പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇതിനെ സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ, ഒരു തോന്നിവാസിയുണ്ട്. ആ സൃഷ്ടിച്ച തോന്നിവാസിയുടെ കൂടെ പെടുന്നത്. അതിന് പേരിട്ടിട്ടില്ല മനുഷ്യ സമൂഹം ഇന്നുവരെ. ഈ ക്രൂരതയ്ക്ക് മനുഷ്യ സമൂഹം ഇന്നുവരെ പേരിട്ടിട്ടില്ല. അങ്ങനെ ഇന്നും ഇനിയും പേരിടേണ്ടുന്ന ഒരു സമൂഹത്തിന്റെ വക്താക്കളാണ്. എക്കാലത്തും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഇവർ ഇതേ രീതി തുറന്നുകൊണ്ടിരിക്കും. ഇന്ന് ഇവര് പോയി കഴിഞ്ഞാൽ നാളെ വേറൊരാൾ. ഇപ്പൊ ഹിന്ദുക്കൾ മുഴുവൻ തീർന്നാലും, ക്രിസ്ത്യാനികൾ മുഴുവൻ തീർന്നാലും പിന്നെ ഇവരായിക്കോളും. അവസാനം സ്വന്തം നിഴലിനോട് പോലും യുദ്ധം ചെയ്യുന്ന, അവനവന്റെ നിഴലിനോട് പോലും യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് ഈ തീവ്രവാദ ഇസ്ലാമിസം അവസാനിക്കുള്ളൂ. അവർക്ക് യുദ്ധം ചെയ്യണം, ആരെങ്കിലും കൊല്ലണം. അതിനി എന്താണ്, ബിംബാരാധകരെ കിട്ടിയിട്ടില്ലെങ്കിൽ, ക്രിസ്ത്യാനികളെ കിട്ടിയിട്ടില്ലെങ്കിൽ, യഹൂദരെ കിട്ടിയിട്ടില്ലെങ്കിൽ, സ്വന്തം വകുപ്പപ്പെടുന്ന ആരെങ്കിലും കൊന്നിട്ടെങ്കിലും ഈ ക്രൂരത നിലനിർത്തണം. ഇന്ന് ലോകം മുഴുവൻ, ഇപ്പം ഹമാസിന്റെ നിലപാട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 100 ചില്ലാനം ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഈ പറയുന്ന തീവ്രവാദികൾക്ക് ആദ്യമൊക്കെ പൊടി പിടിച്ച ആൾക്കാരൊന്നും പിന്നെ കാണുന്നില്ല. ഇവര് പെരിച്ചാഴികളെ പോലെ ഒരു രാജ്യത്തിനകത്ത് മുഴുവൻ ഈ പെരിച്ചാഴികളെ പോലെ തുരന്ന് മടയുണ്ടാക്കി അതിൽ നിന്നിട്ട് യുദ്ധം ചെയ്തവരാണ്. അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവരൊന്നും ഒരിക്കലും പെരിച്ചാഴികളാണ് ഇവര്. സമൂഹത്തിന് നേരിട്ട് സംവദിച്ചിട്ട് ഇവര് യുദ്ധം ചെയ്യില്ല. മണ്ണിനടിയിലേക്ക് കൂടുതൽ പെരിച്ചാഴികളെ പോലെ ഒളിഞ്ഞിരുന്നുകൊണ്ട് മാത്രം ആക്രമിക്കുന്നത്. ആശയം കൊണ്ട് നേരിട്ടില്ല, അങ്ങനെ ആശയമില്ല ഇവരെ. അപ്പൊ അത്തരം ആളുകൾ കേരളത്തിൽ ഇനിയും ഉണ്ട്, ഇനിയും സംഭവിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ വകുപ്പ് ഇവിടെ തന്നെയുണ്ട്, ഇവിടുന്ന് എവിടെയും പോവില്ല. അതിന് സപ്പോർട്ടായിട്ട് CPM ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഇതിനി ആവർത്തിക്കും. നാളെ നിങ്ങളോ ഞാനോ ആവാം ഈ സ്ഥാനത്ത്. ക്രൂരത ഇതേപോലെ തന്നെയായിരിക്കും. 1400 വർഷമായിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനിയും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നന്മയെക്കുറിച്ചുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം അതിന് നന്മയില്ല എന്നറിയുന്നതുകൊണ്ട്, നന്മയില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ നന്മയെക്കുറിച്ച് പ്രതീക്ഷ വെച്ചു കൊടുക്കുന്നത് ശരിയല്ല.
അത് തിന്മയാണെന്ന് അറിഞ്ഞ് അതിനെ ആ തിന്മയെ എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ തിന്മയെ തുടച്ചു നീക്കണം. അതിനെ പരിവർത്തനം ചെയ്യാൻ പറ്റില്ല, കാരണം അത് പരിവർത്തനത്തിന് വിധേയമാകില്ല. അതിനെ നമുക്ക് ഒരിക്കലും അതിനെ പരിവർത്തനം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഇന്നിപ്പോ രാജ്യത്ത് നടക്കും, എനിക്ക് സങ്കടം തോന്നി. കാരണം ഹജ്ജാജികൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടിയപ്പോ എത്ര പേരാണ് ഓടി നടന്ന്, അത് കോടിക്കണക്കിന് അയ്യപ്പന്മാര് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് ഈ പറയുന്ന എന്നാ അവര് വിളിക്കേണ്ട പേരെന്നാ എനിക്കറിയില്ല, അവന്മാര് 10 രൂപ 15 രൂപ ടിക്കറ്റ് തന്ന് 100 രൂപ വാങ്ങിക്കുന്നു. എന്നിട്ട് ചോദിക്കാനും അവർക്ക് വേണ്ടി ഒരു ആശ്വാസം കൊടുക്കാനും അയ്യപ്പന് ആശ്വാസം കൊടുക്കാൻ ആരുമില്ല. ഹജ്ജാജികൾക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേരാ തള്ളി ഓടുന്നത്. അതാണ് ഈ ലോകം. ഇപ്പൊ ഈ പറഞ്ഞ ഈ 15 വരും അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരെ തൂക്കിലേറ്റിയല്ലേ വേണ്ടത്. ഇതേപോലെ തന്നെ എപ്രകാരമാണോ ആ വക്കീലിനെ കൊന്നത്, അതേപോലെ തലച്ചോറിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗവും ചിതറുന്ന രീതിയിൽ ചിതറിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കണം, നീ ഇങ്ങനെ തെറ്റ് ചെയ്താൽ, നീ ഒരുത്തന്റെ തല അടിച്ചു പൊട്ടിച്ചാൽ നിന്റെ തല ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും എന്നുള്ള നിർദ്ദേശമാണ്. തൂക്കുകയറൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു പോകും. ഞാൻ പറയുമ്പോൾ അത് പോരാ എന്നുള്ളതാണ്. ഇവരെപ്രകാരം ചെയ്യുന്നോ അപ്രകാരം തന്നെ ശിക്ഷ കൊടുക്കണം. ഇവർക്കൊക്കെ ചിതരണം, തലയോട്ടി സമൂഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് ചിതറണം. അത് പറഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കൂടുതലാവല്ല. കാരണം എങ്കിൽ മാത്രമേ സമൂഹം ഇവർക്ക് ഏത് രീതിയിലാണോ ഇവർ നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ അവരെ സമൂഹം ഭയപ്പെടുത്തണം. അതാണ് ശരി. എന്തായാലും ഈ നടക്കുമോ നടക്കില്ലേ എന്നുള്ളതല്ല, അവർ വധശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് നമ്മുടെ നീതിപീഠം തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ. ബാക്കി എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അവിടെ ആശ്വാസം കാണാം. ആ കുടുംബത്തിന് ഒരു കൊലയാളികൾക്ക് മുമ്പിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതിന് നമുക്ക് സന്തോഷിക്കാം. ബാക്കിയുള്ളത് കണ്ടറിയാം. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറഞ്ഞ് താങ്കൾ കാണിച്ച ആ വീഡിയോയാണ് ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമാകുന്നത്. ഒരു വൈരാഗ്യത്തിന് ഒരു കുത്തിന് കൊല്ലുകയല്ല, ഒരു വെട്ടിന് കൊല്ലുകയല്ല, കൃത്യമായി ലിസ്റ്റ് ഇട്ട് ഈ മനുഷ്യൻ നിരപരാധിയായ ഒരു മനുഷ്യൻ, ആരെയും കൊല്ലാത്ത, ഒന്നിനും ഇടപെടാത്ത ഒരു മനുഷ്യനെ കൊട്ടേഷൻ ഇട്ട് കൊല്ലുക എന്ന് പറഞ്ഞ് ആ കൊട്ടേഷൻ ഇട്ട് കൊന്ന ആ കൊട്ടേഷൻ ഇട്ട ആൾക്കാരടക്കം വധശിക്ഷയ്ക്ക് അർഹരാണ്. ഇന്നലെ സത്യത്തില് ആ വിധി പ്രസ്താവം കേട്ടിട്ട് ഒരു സന്തോഷം മനസ്സിൽ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ദിവസമെങ്കിലും അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. ഒരു സെക്കൻഡെങ്കിലും നമുക്ക് കാണാൻ പറ്റിയല്ലോ അവന്റെ കഴുത്തിൽ കയറ് മുറുകുന്നതും അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വീഴുന്നതും ഒക്കെ ഒന്ന് സെക്കൻഡില് മനസ്സിലെങ്കിലും കാണാൻ പറ്റിയല്ലോ. അത്രയെങ്കിലും കാണാൻ പറ്റിയാൽ അത്രയും ആശ്വാസമായി എന്നാണ്. ആ ഭീകരതയ്ക്ക് അത്രയെങ്കിലും നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ആ ശിക്ഷാവിധി നന്നായി. അത്തരം ശിക്ഷാവിധി തന്നെ ആവർത്തിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇത്തരം ഭീകരവാദികൾക്ക് യാതൊരു വിധത്തിലും ഒരു മയവും അവരുടെ ശിക്ഷയുടെ കാര്യത്തിലോ കാണിക്കാൻ പാടില്ല. ഭീകരവാദത്തെ ഭീകരവാദമായി കണ്ടുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിക് ഭീകരവാദികൾ കൃത്യമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തുനിന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കമന്റാണ്, എല്ലാ കേസിലും നീതി വേണം, എല്ലാ കേസിലും നീതി വേണം, ഷാനിന് നീതി വേണം, മറ്റേ കൊടിഞ്ഞി ഫൈസലിന് നീതി വേണം, കുറെ ആളുകൾക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക നാമധാരികളും അതുപോലെ ഫേക്ക് ഹിന്ദു ക്രൈസ്തവ നാമത്തിലൊക്കെ വന്നുകൊണ്ട് ഈ ജിഹാദി ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന വർഗം കമന്റുകൾ ഇട്ടും എഴുതുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ ഉണ്ടോ എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് എന്റെ കാൽക്കുലേഷൻ. ഇല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, മദ്രസയിൽ പോയിട്ടുള്ള ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ നല്ലതില്ല ചീത്തയില്ല എന്നത് എനിക്ക്
ശക്തമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്റെ കൂടെ, അതായത് 1-ാം വയസ്സ് മുതൽ ജനിച്ചു വളർന്നിട്ടുള്ള സുഹൃത്തുക്കൾ പോലുണ്ട്. ഈ സുഹൃത്തുക്കൾ പോലും ഞാൻ ഈ ചാനൽ നടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ എന്നെ കാണുമ്പോൾ തിരിഞ്ഞു പോവുക, മുഖം കറുപ്പിക്കുക, കിട്ടിയാൽ വേണമെങ്കിൽ ഒതുക്കത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കാൻ പോലും മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിം നാമധാരികളുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ അനുഭവിച്ചിട്ടുള്ള മലപ്പുറം ജില്ലയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന എനിക്ക് കൃത്യമായിട്ടും അറിയാൻ വരില്ല നല്ലവരും ഉണ്ടോ ചീത്ത മുസ്ലിങ്ങളുണ്ടോ എന്നുള്ളത്. എങ്ങനെയാണ് അങ്ങക്ക് ഈ ഒരു കമന്റ് ഇടുന്ന ഈ വർഗത്തിനോട് കൂടി മറുപടി പറയാനുള്ളത്? ബൈജു ഒരു ഹിന്ദുവായിട്ട് ആണ്, ഞാൻ മുസൽമാനായിട്ട് അനുഭവിച്ചാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവായി. ഞാനൊക്കെ പുറത്തിറങ്ങുമ്പോ ഈ പറഞ്ഞ മീശയില്ലാതെ താടി വളർത്തിയ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒരു നോട്ടമുണ്ടല്ലോ, ഞാനിത് ദിവസവും അനുഭവിക്കുന്നതാണ്. ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ എന്നെ ഈ പറയില്ല, അതാണ് ഈ നോക്കിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ദിവസം ഒരു 10 നോക്കിക്കൊല്ലലെങ്കിലും അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ചും ഞാൻ ഈ സഞ്ചരിക്കുന്ന മലപ്പുറം ജില്ലയിലൂടെ പാലക്കാട് വരെ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ചായ കുടിക്കണ്ടേ. ഒരു എവിടെയെങ്കിലും ഒരു പെട്ടിക്കടയിൽ ഒരു ചായ കുടിക്കുമ്പോൾ ഈ നോക്കിക്കൊല്ലല് ധാരാളം അനുഭവിക്കുന്ന ആളാണ്. ഇത് ഞാൻ പറയട്ടെ, എന്റെ രക്തം എന്നെ തിരിച്ചറിയില്ല. എന്റെ രക്തം എന്നെ തിരിച്ചറിയാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക സമൂഹമാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് വർഷങ്ങളോളം, എന്റെ ഭാര്യ അന്ന് ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഈ ക്രിസ്ത്യാനി ആയിട്ടുള്ള എന്റെ ഭാര്യ ഇഷ്ടംപോലെ ഭക്ഷണം എന്റെ ഉമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഉമ്മ മരിച്ച് 3-ാം ദിവസം ഉണ്ടല്ലോ കണ്ണുപോക്ക് എന്ന് പറഞ്ഞ ഞങ്ങള്, ആ ചടങ്ങിന് എന്റെ ഭാര്യ, അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവര് ഹോട്ടലിൽ ഭക്ഷണം എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയില്ല, എന്റെ ഉമ്മ മരിച്ചിട്ട് അതൊരു ചടങ്ങിന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എടുക്കുന്നത് ഒരു സുഖമില്ലല്ലോ, നമ്മളൊക്കെ ഇത്രയും ആൾക്കാരില്ലേ. ഞാൻ ഭാര്യ പറഞ്ഞു, ഭാര്യ നീ ഭക്ഷണം ഉണ്ടായത്, ഞങ്ങള് 10,000-2,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അവള് കാറ്ററിംഗ് നടത്തിയ ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്റെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തു. ഈ ചടങ്ങിന്റെ തലേന്ന് ഭാര്യ എന്നെ വിളിച്ചു പറയാണ്, അതെ ഇത് മതപരമായ ചടങ്ങാണ്, അതുകൊണ്ട് ഞാൻ വെച്ചുണ്ടാക്കി അവർ കഴിക്കില്ല. അന്ന് അപ്പൊ എന്നോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത വണ്ടിയുണ്ട് മീനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക്, അതിൽ കയറിക്കോ, നേരെ വന്ന് ഞാൻ മലാപ്പറമ്പിൽ കാത്തു നിൽക്കും, നീ അങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഒരു രക്തത്തെ പോലും തിരിച്ചറിയാൻ. എന്റെ ഉമ്മയ്ക്ക് എന്റെ ഭാര്യ എന്താണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കാനുള്ള ഇടം കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മതത്തോട് അടുക്കുമ്പോൾ ഇവരുടെ സ്വഭാവം എന്താ, എന്റെ അനുജത്തിയാണെന്ന് പറഞ്ഞത്, വേറെ ആരുമില്ല. അപ്പൊ ഇവർക്ക് മാനവികത എന്നുള്ള സാധനം ചിന്തിക്കണം. അങ്ങനത്തെ മതഭ്രാന്ത്. ഒരു നമ്മൾ പറയുന്നത് ആനയ്ക്ക് മതം ഉണങ്ങി എന്താ ഉണ്ടാവുക, അതിന് തൊട്ട് മുമ്പിൽ അന്ന് വരെ ചോറ് കൊടുത്ത പാപ്പാനില്ല, വലിച്ചു കീറും. അന്ന് വരെ ചോറ് കൊടുത്ത അമ്പല കമ്മിറ്റിക്കാരോ ആനപ്രേമികളോ ഒന്നും ആർക്കറിയില്ല. അപ്പം മതം ഇളകി കഴിഞ്ഞാൽ ആനയ്ക്ക് അറിയില്ല. ഈ മതമിളകിയ ആന എന്താണോ അതാണ് ഇസ്ലാമിക തീവ്രവാദം. പിന്നെ ഇസ്ലാമിക തീവ്രവാദം എന്റെ കൂട്ടത്തിൽ തീവ്രവാദം ഉണ്ട് എന്ന് എന്റെ കൂട്ടർ പറയുകയില്ല. ഇസ്ലാമിന്റെ ഒരു കുഴപ്പമാണ് അവിടെ. ഒരു സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുതരാം, ഈ ഹിന്ദു സമൂഹം എങ്ങനെയാണ് നന്നായത്. ഹിന്ദു സമൂഹം നന്നാവുന്നത് ഇപ്പൊ ബ്രാഹ്മണ മേധാവിത്വം മറ്റേ മറിച്ചൊക്കെ പറയൂല്ലോ. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ഇന്ന് നീ ബ്രാഹ്മണ എഴുതിയത് ഇല്ലേ നാടകം. ബ്രാഹ്മണ സമൂഹമാണ് തിരുത്തിയത്. സ്വന്തം ഈ പറയുന്ന ഈ എന്താണ് പുനർവിവാഹം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവയ്ക്ക് വിധവാ വിവാഹം നടത്തിയത് ബ്രാഹ്മണനാണ്. ഒരുമിച്ച് ഉണ്ണാൻ തയ്യാറായത് ബ്രാഹ്മണനാണ്. അതാത് സമൂഹമാണ് അതാത് സമൂഹത്തിന്റെ മോശപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു വരുന്നത് ഇല്ലേ. ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. പഴയ നിയമം മാറി പുതിയ നിയമം ഉണ്ടായില്ലേ. പഴയ നിയമം മാറി പുതിയ നിയമം ഉണ്ടായി. ഈ ക്രിസ്ത്യാനികള് നമുക്ക് ഗോവ ചരിത്രം കൊടുക്കുന്ന ക്രിസ്ത്യാനികളെ കൊന്നു തന്നെ വളർന്നാണ്. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളെ കൊല്ലാൻ തയ്യാറാണോ? ഇല്ലല്ലോ. ലോകത്ത് നിന്ന് അവർ മാറി, ലോകത്തിന്റെ മാറ്റം അവർ ഉൾക്കൊണ്ടു. പക്ഷെ മാറാത്ത ഒരു സമൂഹം മാറാത്ത സമൂഹം എന്താണെന്ന് വെച്ചാൽ മാറാട് എന്ന് പറയും. നമുക്ക് മാറാട് ഉദാഹരണം എടുക്കാം. അവിടെ നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് വരെ
ഒരായുധം അന്യമതസ്ഥരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരായുധം കണ്ടെടുത്തിട്ടുണ്ടോ? പക്ഷെ മാറാട് പള്ളിയിൽ നിന്ന് 100 കണക്കിന് ആയുധങ്ങൾ കണ്ടുപിടിച്ചു, ഇല്ലേ? കണ്ടെടുത്തു. ആ കേസ് എവിടെ പോയി? നമ്മുടെ മുമ്പിലുള്ള ഒരു ഏറ്റവും വലിയ കേസാണ് മാറാട് കേസ്. ഇന്ന് 21 ഈ കശ്മലന്മാര് എവിടെ നിൽക്കുന്നു? ആ കശ്മലന്റെ പേരിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്, ഇല്ലേ? വാര്യംകുന്നത്ത് സ്മാരകങ്ങൾ എത്ര ഉണ്ട്? വാര്യംകുന്നത്ത് ആരായിരുന്നു എന്നുള്ള സംഭവത്തിന് അറിയാഞ്ഞിട്ടല്ലോ. എന്നിട്ടും അയാൾ ആദരിക്കപ്പെടുന്നു. ഈ ചത്തുപോയ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഹിന്ദുവിന്റെ പേരിൽ ഒരു കല്ലുണ്ടോ ഈ രാജ്യത്ത്? നിഷ്കളങ്കരായിട്ടുള്ള, ഒന്നും ചെയ്യാത്ത, ഒരു മുസ്ലിമിനെയും ദ്രോഹിക്കാത്ത കൊല ചെയ്യപ്പെട്ട ഹിന്ദുവിന് ഒരു സ്മാരകത്തിന്റെ ഒരു കല്ല് ഈ കേരളത്തിൽ കിട്ടുന്നു? തുഞ്ചത്ത് ആചാര്യന്റെ ഒരു പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് ആരുടെയൊക്കെ കാല് പിടിക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞങ്ങൾ വലിയ ആൾക്കാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ പിണറായി വിജയനൊക്കെ ഞാൻ ഇപ്പൊ വെല്ലുവിളിക്കുക, നട്ടലുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഈ പറയുന്ന തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ വയ്ക്കാൻ പറ്റുമോ? ഡൈവേക്കാരാ ഇല്ല, അവിടെ മുട്ടിടിക്കും. ഇന്ന് ആ പാർട്ടീനെ മൊത്തം ഇവര് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ തീവ്രവാദികൾക്ക് ഒരു പ്രശ്നമുണ്ട്. തീവ്രവാദികൾ എന്നല്ല, ഇസ്ലാമിക സമൂഹത്തിന് ഇസ്ലാം ബേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബലാവും ബറാവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് നെറ്റ് തപ്പിയാൽ കിട്ടും. അതായത് ഹിന്ദുവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്, ചിരിച്ചുകൊണ്ട് പെരുമാറണം, പക്ഷെ ഉള്ളിൽ അവരോടുള്ള കലിപ്പ്. കാരണം ഈ പറയുന്ന ബിംബാരാധകരെ ഇല്ലാണ്ടാക്കണം. അത് ഇസ്ലാമിക തത്വത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ജൂതനെ കൊല്ലണം, അടിസ്ഥാന പ്രമാണമാണ്. ആ അടിസ്ഥാന പ്രമാണം മാറാതെ ഇസ്ലാം നന്നാകുമോ? ഒറ്റ ചോദ്യം എനിക്ക് ബൈജു. ആ ഗ്രന്ഥത്തിൽ നമ്മൾ പറയും സതിനെ മാറ്റി, ഇല്ലേ? നിയമപരമായി സതി പാടില്ല എന്ന് പറഞ്ഞു. സതിയുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകള് തീ ചാടിയതാണ്. പിന്നീട് അത് ആചാരമാക്കി മാറ്റിയപ്പോൾ അത് പോലും നിയമപരമായി എടുത്തു കളഞ്ഞു. പക്ഷെ ഇവരുടെ ഗ്രന്ഥങ്ങളിലുള്ള, ഇവരുടെ ഗ്രന്ഥങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിലുള്ള നീ ഒരിക്കലും ക്രിസ്ത്യാനിയെ കൂട്ടുകാരനാക്കരുതെന്ന് പറഞ്ഞ് ആ പാഠഭാഗം എടുത്തു മാറ്റാൻ പറ്റൂ? വേദം ഭാഗം പറ്റില്ല. ബിംബാരാധനെ കണ്ടെടുത്ത് വെച്ചാൽ ഇടത്തെ കൈയും വലത്തെ കൈയും വെട്ടണം, അവന്റെ മോന്ത ഇല്ലാതെ ചെതറിക്കണം എന്ന് പറഞ്ഞത് ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ എഴുതപ്പെട്ടതാണ്. അത് മാറാത്രത്തോളം കാലം ഈ സമൂഹം ശാന്തിയുടെ മാർഗമാകും. നമുക്കിപ്പോ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് ആധുനിക സമൂഹം തീരുമാനിക്കണ്ടേ? ഇപ്പൊ സൗദി അറേബ്യ അവിടെ ബാറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് വാർത്ത കിട്ടു. മാറ്റമാണ്, അതാണ് മാറ്റം. ഇപ്പൊ ഞാന് 2024 ഞാനും അക്ബർ കക്കട്ടിലും കൂടി സൗദി അറേബ്യ സന്ദർശിച്ചു. ഞങ്ങൾ ആദ്യം പോകുന്നത് റിയാദിലാണ്. അപ്പൊ റിയാദിൽ നമുക്കറിയില്ലോ രാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഞങ്ങള് ബഹ്റൈനിൽ നന്നായിട്ട് കണ്ണു കുടിച്ചിട്ടൊക്കെയാണ് ഞങ്ങള് റിയാദിലെത്തുന്നത്. അങ്ങനെ തന്നെ പറയണല്ലോ, നമ്മൾ ഒളിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ റിയാദിലെത്തി ഉച്ചയ്ക്ക് ബാങ്ക് എല്ലാവരും ഓടുകയാണ്. ഞാൻ ഇതെന്താണ്, അയ്യോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തു നിൽക്കാൻ പാടില്ല. എല്ലാവരും ഓടി ഷട്ടറിട്ട് അകത്തിരുന്ന് സിഗരറ്റൊക്കെ വെച്ച് നിൽക്കുക. ഒരു നിശ്ചിത സമയം അത് കഴിഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് ഇത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ മുത്തപ്പന്മാരെന്ന് പറയും നമ്മുടെ അവിടെ വന്ന് ഇവരെ ചൂരിൽ വെച്ച് അടിക്കുന്നത്. എന്തിനടിച്ച്? പള്ളി കയറാത്തോണ്ട്. അപ്പൊ അവര് ഹിന്ദുക്കളാ. അപ്പൊ പിന്നീട് ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പൊ അവര് അടുത്ത് ചോദിച്ചു, മുത്തപ്പ ചോദിച്ചു, എത്ര കൊല്ലായി നിങ്ങൾ സൗദിയിൽ വന്നിട്ട്? 10 കൊല്ലായി. എന്നിട്ട് നീ മുസ്ലിം ആയിട്ട് വീണ്ടും 2 അടി അടിച്ചു. ഇതാണ് അവിടുത്തെ. ഇപ്പൊ നമുക്ക് മദീനയില് ഈ കാബ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഇപ്പൊ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി നേഴ്സ് ഏകദേശം 50-60 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം പോവാൻ. ക്രോസ് ചെയ്യാൻ പോലും അവിടെ അനുവദിക്കുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മതം ആ പ്രദേശത്ത് കാല് കുത്താൻ പാടില്ല അന്യമതസ്ഥര്. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ, കാബയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നല്ല,
കഅബ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 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 മറ്റേ അന്യമതത്തിന് പ്രവേശനമില്ല. അതാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഗ്രന്ഥങ്ങളെ അടിമുട്ടി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ ബൈജു? ഇപ്പൊ ഇവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എഴുതുന്ന മറ്റേ ഹിന്ദു പുരാണങ്ങൾ എടുത്തു കൊണ്ടുവരാറുണ്ട്. ഈയം ഉരുക്കൊഴി എവിടെ ഞാൻ വായിച്ചിട്ടില്ല നമ്മുടെ ഈയം ഉരുക്കൊഴിക്കുന്ന കഥയൊന്നും. ഇതൊന്നും ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള ഇവർക്ക് അറിയില്ല. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി എന്നറിയില്ല. ശ്രുതി വേറെ, സ്മൃതി വേറെ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾക്കൊക്കെ ബൈജുനുമാണെങ്കിൽ ഒരു സ്മൃതി രചിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ സ്മൃതികളെ വെച്ചിട്ടാണ് ഇവര് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാര്. ശ്രുതി ഇവര് വായിക്കുകയില്ല. അപ്പൊ ആ നമ്മുടെ സമൂഹം, ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഒരച്ച് മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരു, അതാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മത്തിൽ അനീതിക്ക് യാതൊരു സ്ഥാനവുമില്ല. ധർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തരും ആചരിക്കേണ്ടുന്ന ഒരു കർമ്മം തന്നെയാണ്. കർമ്മ വ്യവസ്ഥയാണ് ധർമ്മം. ആ ധർമ്മത്തിലാണ് നമ്മൾ എന്ത്, ഒരു പൂജാരി രാവിലെ ശങ്കര വെള്ളം എടുത്തിട്ട് ഭൂമി നന്നാവട്ടെ, വായു നന്നാവട്ടെ, വനം നന്നാവട്ടെ, ജലം നന്നാവട്ടെ, എല്ലാം നന്നാവട്ടെ, പിണറായി വിജയൻ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്ത് ഒറ്റ സമൂഹമുള്ളൂ, അത് ഹിന്ദു സമൂഹമാണ്. കാരണം അവന്റെ അടിസ്ഥാന പ്രമാണം സർവർക്കും ക്ഷേമം എന്നുള്ളതാണ്. സർവർക്കും തന്നെ മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്തിലെ സകല കീടങ്ങൾക്കും ക്ഷേമം എന്നാണ്. സകല കീടങ്ങൾക്കും സകല എന്താണ് സമസ്താസ്മിഴബന്ധു, അങ്ങനെയല്ലേ? ഇതങ്ങനെയല്ല. ഈ പറയുന്ന ഇസ്ലാമിക തത്വശാസ്ത്രം നിലനിൽക്കുന്നത്, അവരുടെ ഗ്രന്ഥം നിൽക്കുന്നത്, ഞാൻ മാത്രം ആരാധനക്കർഹൻ, അള്ളാഹു മാത്രം ആരാധനക്കർഹൻ, അവന്റെ പ്രവാചകൻ മുഹമ്മദ്, അവനെ മാത്രം നിങ്ങൾ അനുസരിക്കുക, വേറെ ഒന്നിനെ അനുസരിക്കാൻ പാടില്ല. ബൈജു പറയുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ജോസഫ് പറയുന്ന നല്ല കാര്യങ്ങളോ, ലോകത്ത് എന്ത് നന്മയുണ്ടായാലും ആ നന്മയെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എനിക്കൊരു നന്മയേ ഉള്ളൂ, അതെന്റെ കിതാബാണ്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അവർ പറഞ്ഞ ഖുർആനും ഹദീസുകളും, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന മഞ്ഞ പുസ്തകങ്ങൾ, അങ്ങനെ തന്നെ പറയും. ആ രീതിയിലാണ് ഇപ്പൊ അതിനെ വിലയിരുത്തുന്നത്. ഈ ലോകം മുഴുവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റാൻ തയ്യാറാവാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് നീതി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മളെ ഈ ഹിന്ദു മതമാണെങ്കിലും ശരി, ക്രിസ്ത്യൻ മതമാണെങ്കിലും ശരി, ഏത് മതമാണെങ്കിലും ശരി, കാലം മുന്നോട്ട് പോകും. പരന്ന ഭൂമി എന്നുള്ളത് ഉരുണ്ട ഭൂമിയായി തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഉരുണ്ടതാണെന്ന് സമ്മതിച്ചു കൊടുക്കണം. ചന്ദ്രനെ പുലർത്താൻ പറ്റൂല എന്നുള്ളത് സമ്മതിക്കണം. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതല്ല ചന്ദ്രൻ എന്ന് ബോധ്യപ്പെടണം. ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് പ്രവാചകൻ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണെന്ന് പറയണം, ഇല്ലേ? നമ്മള് പറയും ഹിന്ദു പുരാണത്തില് ഹിന്ദു പുരാണമാണ്, അത് ഞാൻ പറയുന്നത് ശ്രുതിയല്ല, സ്മൃതിയാണ്. അപ്പൊ ഹിന്ദു പുരാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലേ, അത് കഥയാണ്. അതില് കഥാംശങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതാണ് സർവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. ആ സർവം എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷമുണ്ട്. അതുണ്ടാകുന്ന ദോഷത്തെ ആരും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. സുന്നത്തിനെ ആരും, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു, ഒരു പിളർന്ന് വീണിട്ട് 60 ദിവസത്തിനിടയ്ക്ക് ഒരു കുഞ്ഞിന്റെ ലിംഗാഗ്രഹം കട്ട് ചെയ്ത് ആ കുഞ്ഞ് ചത്തുപോയി, മരിച്ചുപോയി. ഒരു സമൂഹത്തിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കിയില്ല, ആരും ചോദിച്ചില്ല. അത് ചെയ്തത് മോശമായിന്ന് ആ സമൂഹത്തിന്റെ എവിടെന്നെങ്കിലും ഒരു കോണെന്ന് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ, എവിടുന്നും കേട്ടില്ല. അപ്പൊ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ. അതല്ല ഇത് പരന്നതാണ്, ഇത് ഭൂമി ഇളകാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പർവ്വതങ്ങളെ ആണിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരിക്കലും ക്രിസ്ത്യാനിയെ നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത്. ബിംബാരാധകരെ കണ്ടാൽ അവരെ കൈ ഇടതുവശത്തും വലതുവശത്തും വെട്ടുക എന്നുള്ള പ്രമാണത്തിൽ ഒരു അടിമുടി വ്യത്യാസം വരുത്തരുത് എന്ന് ചിന്തിക്കുന്ന സമൂഹം എവിടെയാണ് മാറ്റം വരിക?
അതിലെവിടെയാ നന്മയുണ്ട? ഇപ്പൊ ഒരു മാറ്റം വരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്നത് കേരളത്തിലാണ്. അപ്പൊ അടുത്ത കാലത്ത് ഇവിടെ കേരളത്തിലെ കോഴിക്കോട് ഒരു സമ്മേളനം നടക്കുമ്പോൾ 2000 പേരുണ്ടായിരുന്നു മുസ്ലിം സഹോദരന്മാര്, ഇസ്ലാം വിട്ട 2000 പേര്. ആ 2000 പേരുണ്ടാകുന്നത് അത്ഭുതകരമായ ഒരു മാറ്റമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഈ എന്താണ് റിജിഡ് ആയിട്ടുള്ള വിശ്വാസത്തിൽ മാറിയിട്ട് ഒരു പുതിയ സമൂഹം ഉണ്ടാകുന്നുണ്ട്. ആ പുതിയ സമൂഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ ആശ്വാസം, നമുക്ക് ലോകത്ത് ഒരു ആശ്വാസം ഉണ്ടാകുന്നത് അവിടെയാണ്. ഇപ്പൊ ജാമിദ ടീച്ചറെ പോലെ ഒരുപാട് പേര് ഈ രംഗത്തുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന മതാന്ധതയുടെ ഓരോ ഇതളും ഇങ്ങനെ കീറി വലിച്ചെറിഞ്ഞ് അന്ധമായിട്ടുള്ള മതം എന്താണെന്ന് ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തോട് വേണം നമ്മൾ നന്ദി പറയാൻ. വേറെ ആർക്കും പറ്റില്ല. ഒരു RSSകാരനോ ഒരു നീതിപീഠം വിചാരിച്ചാലോ അല്ലെങ്കിൽ സമൂഹം വിചാരിച്ചാലോ ഒന്നും മാറ്റമില്ല. ആ സമൂഹത്തിൽ നിന്നിറങ്ങി ആ സമൂഹത്തിലെ എന്താണ് മോശപ്പെട്ട കാര്യങ്ങൾ തിരിച്ച് വിളിച്ചു പറയാനുണ്ടാവുന്ന ഒരു സമൂഹം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് മാറ്റത്തിനുള്ള ഏക കാരണം. അവരാണ് മാറ്റം ഉണ്ടാക്കുന്നത്. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് എക്സ് മുസ്ലിംസ് ഉണ്ട്. അവര് ചോദ്യം ചെയ്യുന്നുണ്ട്. എനിക്കോ നിങ്ങൾക്കോ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, പരിമിതികളുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഹിന്ദു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് അവരുടെ മതത്തെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല മതപരമായിട്ട്. പക്ഷെ അവിടെ നിന്ന് വേറെ എവിടെയും പോകാതെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ സമൂഹം അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാറ്റം വരുത്തുന്നത്, ഈ ജിഹാദികൾക്ക് മറുപടി പറയുന്നത്, ഈ പൊള്ളയായ 72 സുന്ദരികളുടെ ഒരിക്കലും മെൻസസ് ഇല്ലാത്ത, ഗർഭം ധരിക്കാത്ത, തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷ് ആകുന്ന ഈ പറയുന്ന ഭൂതസ്വർഗത്തെ കുറിച്ച് കൃത്യമായിട്ട് അവര് പഠിപ്പിക്കുന്നുണ്ട്. അവര് പഠിപ്പിക്കുന്നതനുസരിച്ച് സമൂഹത്തിന് മാറ്റം വരുന്നുണ്ട്. ലോകത്ത് മുഴുവൻ ആ മാറ്റത്തിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. ജർമ്മനിയിലുണ്ട്, യൂറോപ്പിൽ ചിന്തിച്ചിരുന്നു. എല്ലാവരും മാറി ചിന്തിക്കുകയാണ്. ഈ സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ലോകത്ത് എല്ലാവരും ചിന്തിക്കുന്നു. അവർ കരുതലിലേക്ക് മാറുന്നുണ്ട്. ലണ്ടൻ ഉദാഹരണമാണ്. ഇന്ന് ഇസ്രായേൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞു രാജ്യം, കേരള സ്റ്റേറ്റിന്റെ പകുതി വലിപ്പമുള്ള ഒരു രാജ്യം. ആ രാജ്യത്തേക്ക് ആയിരക്കണക്കിന് മിസൈലുകളാണ് വിട്ടത്. ഇന്ന് അതിന്റെ മറുപടിയായിട്ടോ ഈ 100 ചില്ലാനം ദിവസം കൊണ്ട് ഓരോ ആളവും ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസ പ്രമാണങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുക. അവിടെ ആരുമില്ല കൂടി നിൽക്കാൻ. അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ ഇതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കരായിട്ടുള്ള കുറെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ട്. പക്ഷെ ആ മനുഷ്യൻ ഇതുവരെ ഈ ഹമാസിനെ തിരിച്ചു പറഞ്ഞിട്ടുമില്ല. അതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്. ഈ ദുരന്തം മുഴുവൻ സമ്മാനിച്ച ഹമാസിനെ തള്ളിപ്പറയാൻ ആ സമൂഹം തയ്യാറായാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ കേരളത്തിൽ നിന്നല്ല, ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സമൂഹം മാറ്റത്തിന് തയ്യാറായിട്ടില്ല. ഇത് ആവർത്തിക്കപ്പെടും. അവരിനിയും വിളിക്കും. പൂവും എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു വെച്ചോ, കർപ്പൂരം വാങ്ങിച്ചു വെച്ചോ എന്ന് അവർ പറയും. കുന്തിരിക്ക വാങ്ങിച്ചു വെച്ചോ എന്ന് ആ സമൂഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയാത്തൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് മാറ്റം ഉണ്ടാവണം, തോന്നലുകൾക്ക് മാറ്റം ഉണ്ടാവണം. എല്ലാ മുസ്ലിങ്ങളും ഈ ചിത്തയാണോ എന്ന് ചോദിച്ചാൽ ആ മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഒന്നാണോ എന്നാണ് ചോദിക്കാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് അവർ ഉൾക്കൊള്ളുന്നത്, സത്യം ഉൾക്കൊള്ളുന്നത്? ആ മൂലഗ്രന്ഥത്തിന് തകരാറുണ്ടെങ്കിൽ അവർക്ക് മാറ്റത്തിന് വിധേയമാവാൻ പറ്റുമോ? ബൈജു, നമുക്ക് പുറത്ത് പറയാം. ഇതിനോട് അടുത്ത് കഴിഞ്ഞാൽ, മതത്തോട് അടുത്ത് കഴിഞ്ഞാൽ, അതുവരെ തലേന്ന് വരെ നിങ്ങളെ ബൈജു എനിക്ക് മതമില്ല എന്ന് പറഞ്ഞ ആള്, എനിക്ക് ഹിന്ദുവും ക്രിസ്ത്യാനികളൊക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞ ആള്, നാളെ അവരെ മതത്തെ ചൊല്ലി ഒന്ന് ബൈജു ചോദിച്ചു നോക്കൂ. ഒന്ന് ചോദിച്ചു, മുഹമ്മദ് എന്ന വാക്കേ പറഞ്ഞിട്ടുള്ളൂ,
പ്രവാചകൻ എന്ന് പറഞ്ഞില്ല ഒരു മനുഷ്യന്റെ കൈ വെട്ടിമാറ്റി ആ മനുഷ്യൻ അനുഭവിച്ച ദുരന്തം. ഈ നമ്മുടെ ഈ ഇന്ന് ആലപ്പുഴ ഉണ്ടായിരുന്ന വിധിയുടെ ഒരു അംശം ആ മനുഷ്യന് കിട്ടിയിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ജോസഫ് സാറിന് കിട്ടിയിട്ടില്ല. ആ ജോസഫ് സാറിന്റെ ഭാര്യ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രം. എന്നിട്ടും ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നോ. അത് അയാളുടെ മര്യാദ. പക്ഷെ ആ മനുഷ്യനോട് ഈ സമൂഹം പറഞ്ഞോ ഞങ്ങൾ ചെയ്ത് തെറ്റായി പോയിന്ന്? ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറഞ്ഞു ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് ഇവിടുത്തെ ഈ പറയുന്ന എന്താണ് സ്നേഹമതം അല്ലെങ്കിൽ മര്യാദ മതം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മുസ്ലിം ലീഗുകാർ, ഒരു ജമാഅത്തെ ഇസ്ലാമി, ഒരു സുന്നിയുടെ നേതാവ് ഈ ജോസഫ് മാഷോട് പറഞ്ഞോ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നു? പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേ നമുക്ക് ഇവരുടെ ഈ വിശ്വാസത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. അത് അവരുടെ നാവിൽ നിന്ന് വരുന്നില്ല. ഞാൻ ആ മതത്തിന്റെ അകത്ത് നിന്ന് ഒരുപാട് ഫൈറ്റ് ചെയ്തതാണ്. ഇങ്ങനൊരു സമീപനം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഹിന്ദുവിന്റെ തോളത്ത് കൈ ഇട്ട് ഒരുമിച്ച് കിടന്ന് ഒരുമിച്ചുണ്ട് വളർന്ന ഹിന്ദുവും ക്രിസ്ത്യാനി. എന്റെ ക്യാമ്പസ് ലൈഫിലൊക്കെ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അടുത്തേക്ക് വരുമ്പം ഈ വിദ്യാഭ്യാസമുള്ള ഇവിടുത്തെ ഡോക്ടർമാർ, ഈ എഞ്ചിനീയർമാർ, അവരാണല്ലോ ഈ തീവ്രവാദത്തിന്റെ പുറകെ പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തീവ്രവാദത്തിന്റെ വേരുകൾ നമ്മൾ കണ്ടെത്തി ഇല്ലേ? എവിടെ നിന്ന് നമ്മൾ കണ്ടെത്താത്തത്? ഏത് മേഖല കണ്ടെത്താത്തത്? അവര് തന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഭരണകൂടത്തില് പോലീസുകാരും വേണം, തീവ്രവാദികളുടെ പോലീസ് പച്ച വിളിച്ച നമ്മൾ കണ്ടു. വക്കീലന്മാര് ഇപ്പൊ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ സ്വന്തം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാള് SDPIയുടെ മീറ്റിംഗിൽ പങ്കെടുത്ത കഥ നമ്മൾ കണ്ടു. ഇത് കണ്ടതല്ലേ? എല്ലാ മേഖലകളിലേക്ക് എത്തുക, എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക, എന്നിട്ട് തങ്ങളുടെ ഈ ഭീകര പ്രവർത്തനത്തിന് ചൂട്ടുപിടിക്കുക, അതിനെ സഹായിക്കുന്നവരായിട്ട് മാറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ഏറ്റവും വലിയ പ്രശ്നത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ചയല്ലേ ഇവിടെ ഒരു വെളിവ് കെട്ട ഒരു നമ്മുടെ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ പരനാറി എന്ന് പറയുന്ന ഒരു വ്യക്തി രാമനെയും സീതയെയും ലക്ഷ്മണനെയും കുറിച്ച് പറഞ്ഞെന്താണ്? പൊറോട്ടയും ബീഫിന്റെ കഥ മറന്നോ? മറുപടി ഞാൻ കൃത്യമായിട്ട് കൊടുത്തു ഫേസ്ബുക്കിൽ, എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ അതുപോലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേടിച്ചു, ഭയപ്പെട്ടു. ഇന്ന് CPI അവർക്ക് അദ്ദേഹത്തിന് പരസ്യമായി വാണിംഗ് കൊടുത്തു. പക്ഷെ അവരുടെ നാവിൽ നിന്ന് എങ്ങനെയാ വരുന്നത്? ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതേ മനുഷ്യന് ഇസ്ലാമിനെ പ്രകീർത്തിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു, ഇതേ മനുഷ്യൻ ക്രിസ്ത്യാനിയെ പ്രകീർത്തിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു. എന്താ ഹിന്ദുവിന് മാത്രം? ഹിന്ദുവിനെ ഇല്ലായ്മ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്നത് ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുവിനെ എങ്ങനെ വേണമെങ്കിൽ കൊള്ളയടിക്കാം. പക്ഷെ ഒരു ഹാജിയെ, ഹജ്ജിന് പോകുന്ന ഒരു ഹജ്ജാജിയും ഒരു ദോഷവും വരുത്താതെ കൊണ്ടുപോകണം. അവർക്ക് വിശ്രമിക്കാൻ AC വിശ്രമ കേന്ദ്രങ്ങൾ വേണം. അവർക്ക് മാക്സിമം സബ്സിഡൈസ് ചെയ്ത് കൊടുക്കണമില്ല. പക്ഷെ ഈ തലയിൽ ഇരുമുടിക്കെട്ടും വെച്ച് 400-500 കിലോമീറ്റർ നടന്നു വരുന്ന വ്യക്തികൾക്ക് ഭഗവാനെ ഒരു സെക്കൻഡ് ഒന്ന് കാണാനുള്ള സമയം കൊടുക്കാൻ പാടില്ല. ദ്രോഹിക്കണം. ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ. ലോകത്ത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് ലോകത്തിന്റെ ഇവരോട് കൂടെ ചേർന്ന് ഈ പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ഇന്ന് വലിയൊരു പ്രശ്നത്തിന് നടുക്കാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങൾ. കാരണം അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിന്റെ ഏറ്റവും വലിയ പ്രസക്തി അവിടെയാണ്. കമ്മ്യൂണിസ്റ്റ് ഹിന്ദു, കോൺഗ്രസ് ഹിന്ദു, ഈ രണ്ട് ഹിന്ദു വിഭാഗവും തങ്ങൾക്ക് ആശ്രയമില്ലാത്ത ഒരു കുറെ നേതാക്കന്മാരുടെ കീഴിലാണ് തങ്ങൾ വളരുന്നത്, തങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ട്.
നാളെ തങ്ങളുടെ തലയും ചിതറി തെറിച്ചേക്കാം എന്നൊരു ബോധം അവർക്ക് വന്നിട്ടുണ്ട്. ആ മാറ്റം നമ്മൾ കാണാം. ആ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തിനാണ് ആകെയുള്ള പ്രതീക്ഷ നമുക്ക്. ബാക്കി നമ്മുടെ സംഘികള്, RSSകാര്, BJPക്കാര് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിന്നാലും ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹം, ആ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആ സമൂഹം കണ്ടിട്ടുണ്ട് ഈ അഡ്വക്കേറ്റിനെ എങ്ങനെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിന് തല ചിതറിത്തെറിച്ചതെന്നും ആ അമ്മ എങ്ങനെയാണ് അത് കണ്ടു നിന്നതെന്നും അദ്ദേഹത്തിന്റെ മകൾ എങ്ങനെയാണ് ആ കാഴ്ച കണ്ടു നിന്നതെന്നും ഒരു സമൂഹം കാണുന്നുണ്ട്. അതിന്റെ ഉള്ളില്, അവരുടെയൊക്കെ ഉള്ളിൽ ഒരു നെരിപ്പോട് ഇങ്ങനെ പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. കനൽ അവിടെയുണ്ട്. ആ കനൽ എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ കനല് ഒരു അഗ്നിയായിട്ട് തന്നെ മാറും കേരളത്തിൽ, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദികൾ അല്പം സൂക്ഷിച്ചാൽ അവർക്ക് നന്ന്. നമ്മളും പറയും 3 കണ്ടം തുണി വാങ്ങിച്ചു വെച്ചോ, പറയാലോ. അവരിങ്ങോട്ട് കുന്തിരിക്കാൻ വാങ്ങിച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ 3 കണ്ടം തുണി നിങ്ങളും വാങ്ങിച്ചു വെച്ചോ എന്ന് തിരിച്ചു പറയാനുള്ള ഒരു ശേഷി ഇന്ന് ആർജവത്തോടെ സമൂഹം സ്വീകരിക്കുന്നുണ്ട്. അവിടെയാണ് ഒരല്പമെങ്കിലും പ്രതീക്ഷയുള്ളത്. ഈ പറയുന്ന വെല്ലുവിളിക്കുന്നതിന് തിരിച്ച് അതേ ഭാഷയിൽ അതേ അർത്ഥത്തിൽ തിരിച്ചു കൊടുക്കുമ്പോഴാണ് സമൂഹത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ, ഭയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളെ ഒരാളെ തലയടിച്ച് കൊന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൊന്നു, ഇതിന്റെ അകത്തൊക്കെ പോകുമ്പോ ഞാനൊക്കെ ഇതിന്റെ അകത്ത് കൂടെ ഒക്കെ ഈ കഥകളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് എന്നെ അത് ഭയപ്പെടുത്തിയിട്ടില്ല. അത് ഭയപ്പെടുത്തുന്നു അവർ ധരിക്കുന്നത്. ഈ പറയുന്ന സുഡാപ്പികളുടെ ഒരു ധാരണ ഉണ്ട് ഇതൊക്കെ ഭയപ്പെടുത്തും. ഇല്ല, ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ ആർജവം ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിന്. അവരെ ചോദ്യം ചെയ്യാനുള്ള കൂടുതൽ ഊർജ്ജം ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റമാണ് ഇന്ന് ആ കുടുംബം, ഇന്ന് എന്താണ് ആ ദുരന്തം അനുഭവിച്ച ആ കുടുംബം അനുഭവിക്കുന്ന വേദന. ആ വേദന ഒരു അഗ്നിയാണ്, ഒരു കനലാണ്. ആ കനല് കെടാതെ തന്നെ നിൽക്കും. അതാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്. നമ്മൾ ആരെയും ആക്രമിക്കുന്നില്ല അങ്ങോട്ട്, പക്ഷേ ഒരു ചെറുത്ത് നിൽപ്പിനുള്ള ശേഷി അവശേഷിപ്പിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവിടെയാണ് ആകെയുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ അതേപോലെ സമൂഹം ഈ പറയുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായി വരുന്നുണ്ട്. അതിനും നമുക്ക് ഒരു ആശയുണ്ട്. മാറ്റം അത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ.